വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി 50 വീടുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. വിവരങ്ങളുമായി വി.എസ്. അനുവാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനു, 50 വീടുകളാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ് നിർമ്മിച്ച് നൽകാമെന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ പുതിയ ടൗൺഷിപ്പിൽ തന്നെയായിരിക്കുമോ ഈ വീടുകൾ? ബിരിൽ ഏതായാലും ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വയനാട് ദുരിതബാധിതർക്ക് 50 പേർക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള എം.എ. യൂസഫ് അലി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ടൗൺഷിപ്പ് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അത് നടക്കുന്നുണ്ട്. അതിന്റെ പണി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തറക്കല്ലിട്ടത്. ഇപ്പോൾ സ്വാഭാവികമായും അതുമായി ചേർത്തായിരിക്കും ഈ 50 വീടുകളുടെ നിർമ്മാണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വീടുകൾ നിർമ്മിച്ച് നൽകാനുണ്ടെങ്കിൽ അവരെ കൂടെ ഒപ്പം കൂട്ടുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെയെങ്കിൽ എം.എ. യൂസഫ് അലിയുടെ അദ്ദേഹം നിർമ്മിച്ച് നൽകാൻ തയ്യാറായ ഈ 50 വീടുകളും ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഈ വയനാട് ദുരിതബാധിതർക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ്. ഒരു വലിയ നല്ലൊരു സത്കർമ്മം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ എം.എ. യൂസഫ് അലിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയുടെ ഓഫീസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരിക്കുകയാണ്. 50 വീടുകൾ നൽകും എന്ന വലിയ സഹായഹസ്തമാണ് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി എം.എ. യൂസഫ് അലി നൽകിയിരിക്കുന്നത്. വി.എസ്. അനുവാണ് വിവരങ്ങൾ നൽകിയത്.